2020-21 ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തുന്ന സമയത്ത് നമുക്കറിയാം ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ വിജയിച്ച 2-1 ഇന്ത്യ വിജയിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നടക്കുന്ന സമയത്ത് ആ സമയത്താണ് സിറാജിന്റെ പിതാവ് മരണപ്പെടുന്നത്. ആ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ സിറാജിന് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സിറാജ് അവിടെ തുടരാൻ തീരുമാനിക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള താരമായി ഇന്ത്യയുടെ ഒരു ഹീറോ ആയി തിരിച്ചു വരികയും ചെയ്തു. അത് ആ സമയത്ത് സിറാജ് പറയുന്നുണ്ട്, അന്ന് സിറാജിനെ അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ തുടരാൻ സ്വാധീനിച്ചൊരു വ്യക്തി വിരാട് കോഹ്ലി ആയിരുന്നു. വിരാട് കോഹ്ലി പറഞ്ഞത്, ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കാനാണ് നിങ്ങളുടെ സിറാജിന്റെ പിതാവ് ആഗ്രഹിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ അത് ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട് നീ അത് ചെയ്യ് എന്ന് കോഹ്ലി പറഞ്ഞ ഒരു മോട്ടിവേഷൻ. ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ടൊക്കെ സിറാജ് പിന്നീട് പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. 2018-19 കാലഘട്ടങ്ങളിൽ താൻ പ്രശ്നങ്ങളോട് നേരിടുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഹീറോ ആയിട്ട് സിറാജിനെ കണ്ടതും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹീറോ ആയിട്ട് പിന്നെ അംഗീകരിക്കാൻ തുടങ്ങിയത് രാജ്യം. അങ്ങനെ നിൽക്കുന്ന ഒരു താരത്തെ ഇപ്പോ വീണ്ടും വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ സിറാജും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു ഇത് വെളിപ്പെടുത്തുന്ന പ്രസ്താവനകളും പോസ്റ്റുകളൊക്കെ ഇട്ടിരിക്കുകയാണ് കോഹ്ലിയുടെ പോസ്റ്റിന് കൃത്യമായിട്ടൊരു മറുപടി സിറാജ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു, എന്നെ വിശ്വസിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തെ കുറിച്ചൊക്കെ എന്താണ് പറയുക? നമ്മൾ ഇത് പറയുമ്പം ഈ ദേശീയ ടീമിലേക്ക് സിറാജിന്റെ വരവ് തൊട്ട് എല്ലാവരും ആദ്യമൊക്കെ വിമർശനമായിരുന്നു കോഹ്ലിക്ക്. RCBയിലെ താരത്തെ കൊണ്ട് ദേശീയ ടീമിൽ വരുന്നതിൽ അന്ന് നമ്മൾ ഇന്നലെ പറയുമ്പോൾ നമ്മൾ മത്സരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ ചെണ്ട സിറാജ് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം പിന്നെ റൺ വഴങ്ങുന്നത് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നത്. ആ ചെണ്ട സിറാജിനെ കോഹ്ലി കൊണ്ടുനടക്കുന്നു, കോഹ്ലിയുടെ ഒറ്റ സ്വാധീനത്തിലാണ് കൊണ്ടുനടക്കുന്നത്. മുംബൈയിൽ താരങ്ങൾ വരുമ്പോൾ മുംബൈ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്, അതുപോലെ തന്നെ പറയാറുണ്ടായിരുന്നു. പക്ഷേ കോഹ്ലിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, കോഹ്ലിക്ക് അറിയായിരുന്നു ഈ താരം എന്താണ്, താരത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. ആ സപ്പോർട്ട് കോഹ്ലി നൽകിയപ്പം ആ താരം ഉദിച്ചു വന്നു. ആ താരത്തിന് സ്വയം സ്വയം മൂർച്ച കൂട്ടാൻ വേണ്ടി പറ്റി. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ സൈഫ് പറഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് നമ്മൾ ആദ്യമായിട്ട് സിറാജിനൊരു ഇതായിട്ട് കണ്ടത്, സിറാജ് രക്ഷകനായിട്ട് അവതരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫിയിൽ അത് പൂർണ്ണതയിലെത്തി. 23 വിക്കറ്റുകളുമായിട്ട് ഇന്ത്യയെ വിജയത്തോളം പോകുന്ന സമനില. പിന്നെ കോഹ്ലി ഇല്ലാത്ത ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നൊരു ഇന്ത്യയെ കോഹ്ലിയുടെ ആ ഒരു സമീപം, പിന്നെ നമ്മൾ അഗ്രഷൻ, ഈ വിക്കറ്റിന് പുറമേ തന്നെ മത്സരത്തിൽ അഗ്രഷൻ വരും. ആദ്യ മത്സരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് താരങ്ങളൊന്ന് ചൊറിയുമ്പോഴൊക്കെ സിറാജ് വരുമ്പോൾ പറയുന്നുണ്ട് കോഹ്ലിയുടെ ശിഷ്യനായിട്ട് വരുന്നതാണെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇവരെ ബന്ധം പറയുമ്പം ഇന്നലത്തെ പോസ്റ്റ് മാത്രമല്ല, നമുക്കറിയാം പിന്നെ കരിയർ തുടക്കം മുതൽ RCBയിലായിരുന്നു കളിച്ചത്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഗുജറാത്തിലേക്ക് മാറിയത്. ആ സമയത്ത് പിന്നെ ലേലത്തിൽ പോയപ്പം ബാംഗ്ലൂർ കൈവിട്ട സമയത്ത് സിറാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, തൻ്റെ ഉയർച്ച താഴ്ചകളിൽ കൂടെ വന്ന ബയ്യ വിരാടിനെ തന്നെയായിരുന്നു. തീർച്ചയായും നമുക്കറിയാം അന്ന് എല്ലാവരും ചെണ്ടാന്ന് പറഞ്ഞ് അവഹേളിച്ച സമയത്തും വിരാടിനെ കൂട്ടി ചേർത്ത് നിർത്തിയാണ്, വിരാട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുതന്നെയാണ്. ഈ വിരാട് കോഹ്ലിയുടെ ഇതേപോലെ തന്നെ ഇപ്പം സൈഫ് പറഞ്ഞാൽ സിറാജിൻ്റെ ബാപ്പ മരിക്കുന്ന സമയത്ത് അനുഭവിച്ചു. അതേപോലെ തന്നെ രഞ്ജി കളിക്കുന്ന സമയത്തായിരുന്നു കോഹ്ലിയുടെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ താരത്തിന് അറിയായിരുന്നു ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ആ കിടന്നപ്പോൾ ഘട്ടറിയായിരുന്നു. അത് ക്ലിയർ ആയിട്ട് അന്ന് സിറാജിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ആ മോട്ടിവേഷൻ ആ പറഞ്ഞാൽ തന്നെ ആ താരം വന്നത് പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകനാണ് ഹൈദരാബാദിൽ. ഇന്നിപ്പം ഹൈദരാബാദ് DSP ആണ്. DSP സാറിന് DSP സിറാജ് എന്ന് വിളിച്ചിട്ട് എല്ലാവരും പിന്നെ അതിന് ഇതാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിറാജ് പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരാധകരെല്ലാം പറഞ്ഞത് സിറാജിൻ്റെ ഈ വളർച്ചയിൽ കോഹ്ലിക്ക് ഒരു പ്രത്യേക ഒരു പങ്കുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോഴും കണ്ടത്. അതിലിപ്പം വിരാട് കോഹ്ലിക്ക് അഭിമാനിക്കാം. വിരാട് കോഹ്ലി കളി മതിയാക്കിയിട്ടും വിരാട് കോഹ്ലിയായി പിന്നെ ടെസ്റ്റ് ടീമിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ട് പറയുമ്പോൾ നമ്മളിപ്പോഴും പറയുമ്പോൾ ദാദ വളർത്തിയ ടീം, ദാദയുടെ ടീം എന്ന് പറയുന്നുണ്ട്. ഗാംഗുലിയുടെ ഒരു ടീം, ഗാംഗുലി കൊണ്ടുവന്നൊരു ജനറേഷൻ ടീം, യുവരാജ് സിംഗ് വരെ എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മളെന്നും കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ കോഹ്ലിക്ക് പറയാൻ വേണ്ടി എപ്പോഴും പറ്റുന്നതാണ് കോഹ്ലി കൊണ്ടുവന്ന സിറാജ്. അതിൽ മറ്റാർക്കും ഒരു അവകാശം ഉന്നയിക്കാൻ ഉണ്ടാവില്ല. കാരണം ഇത്രയും ചേർത്ത് നിർത്തി, ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു താരം. അതാണ് ഓരോ വിജയത്തിലും ഓരോ നിമിഷത്തിലും സിറാജ് നന്ദി പറഞ്ഞ് വരുന്നുണ്ട് കോഹ്ലിക്ക്. അവനറിയാം, അവനെ വിശ്വസിച്ചത് ഈ നായകനായിരുന്നു എന്ന്. ഇന്നലെ എന്നെ വിശ്വസിച്ചതിന് നന്ദി പയ്യ എന്ന് പറഞ്ഞിട്ടാണ് റീട്വീറ്റ് ചെയ്തത്. അതുതന്നെയാണ്, ആ വിശ്വാസം തന്നെയാണ് കാത്തത്. ആ വിശ്വാസത്തിന് 100% കൊടുക്കാൻ വേണ്ടി പറ്റി. വിശ്വസിച്ചത് തെറ്റായില്ല, ആ വിശ്വാസം കാക്കാനും താരത്തിന് പറ്റിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഈ പരമ്പര തുടങ്ങുന്ന സമയത്തൊക്കെ പലരും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ബുംറ 3 ടെസ്റ്റ് മത്സരം കളിക്കുള്ളൂ. ബുംറ ഇല്ലാത്ത മത്സരങ്ങളിൽ ഇന്ത്യ എന്ത് ചെയ്യും, എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ പരമ്പരയിൽ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന തരത്തിലൊക്കെ ബോളിംഗ് പ്രകടനത്തെ കുറിച്ച് പല ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷെ ബുംറ ഇല്ലാത്ത 2 മത്സരങ്ങളിലാണ് സിറാജ് ഏറ്റവും എന്താ പറയാ അപകടകാരിയായിട്ട് മാറുന്നതും വിക്കറ്റുകൾ നേടുന്നതും തന്റെ ടീമിന് വേണ്ടി വിജയിക്കുന്നത്. ഇന്നലെ അല്ലെങ്കിൽ ഈ അവസാന ടെസ്റ്റിന്റെ 5ാം ദിനത്തിന്റെ ആ ഒരു 1.5 മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഒരു
അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ കാണുന്ന അത്രയും ആവേശത്തിലാണ് നമ്മൾ കണ്ടിരുന്നത്. അതിൽ ഡ്രാമ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഡ്രാമ ആയിരുന്നു ഒറ്റക്കൈയിൽ ബാറ്റ് എടുത്തിട്ട് ക്രിസ് വോക്സ് ഒറ്റക്കൈയിൽ ബാറ്റ് ചെയ്ത് പരിശീലിച്ചിരുന്നു എന്നാണ് മത്സരത്തിന് മുമ്പ് പരിശീലിച്ചിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് സിറാജ് ഇന്ത്യനെ സംബന്ധിച്ച് ക്രിസ് വോക്സിനെ സ്ട്രൈക്കിംഗ് എൻഡിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തയ്യാറാവാതെ ആ സമയത്ത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഗില്ല് കാണിക്കുന്നത്? അല്ല, ഇന്നലെ മത്സരം തോറ്റിരുന്നെങ്കിൽ അത് വലിയ വിവാദമാവും. സിറാജ് ഉൾപ്പെടെ ജുറലിന്റെ വിക്കറ്റ് റൺഔട്ടിന്റെ വരും, ഗില്ലിനെ വൻ വിമർശനം വരും. കാരണം കളി ജയിക്കുവാൻ വേണ്ടത്, എന്തിനാണ് ഇവിടെ ഇത് നോക്കുന്നത്? പക്ഷേ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ബോക്സിനെ പുറത്തൊക്കെ ജയിച്ചിരുന്നെങ്കിൽ ഒരു നമുക്ക് തന്നെ ഒരു ആവേശം ഉണ്ടാവില്ലായിരുന്നു, ഒരു മാറ്റം ഉണ്ടാവില്ലായിരുന്നു. കാരണം അറ്റ്കിൻസൺ എന്ന് പറയുന്നത് ഒരു 6 ഓൾറെഡി അടിച്ചിരുന്നു. അദ്ദേഹം വളരെയധികം കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഒരു ഷോട്ട് 6 കടന്നു കഴിഞ്ഞാൽ മത്സരം സമനിലയായി. ആ ഒരു സമയത്ത് സിറാജിന്റെ ആ ഒരു യോർക്കർ, ഓഫ് സ്റ്റംപിലേക്കുള്ള യോർക്കർ, അത് തന്നെയായിരുന്നു. അത് സിറാജിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോസ്റ്റർ വാൾപേപ്പർ ആക്കിയിട്ടാണ് സിറാജ് മാധ്യമങ്ങൾക്ക് എടുത്തു കാണിച്ചത്. അതായത് തലേ ദിവസത്തെ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് വിട്ടതിൽ വലിയ പ്രശ്നത്തിലായിരുന്നു ഞാൻ. ആ സമയത്ത് ബിലീവ് എന്ന് പറഞ്ഞിട്ട് വാൾപേപ്പർ ചെയ്തു ഇട്ടു എന്ന് പറഞ്ഞിട്ട് CR7 ആ ഒരു ഫോട്ടോ ആഘോഷം അതുപോലെ തന്നെയാണ്. നോക്കുന്ന സമയത്ത് സിറാജിന്റെ ഐഡൽസ് വിരാട് കോഹ്ലിയും CR7 എനിക്കൊന്ന് വിരാടിന്റെയും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ റൊണാൾഡോ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് പലപ്പോഴും അങ്ങനെ പറഞ്ഞ് എനിക്ക് വായിച്ച ഓർമ്മയുണ്ട്. അദ്ദേഹം ആ റൊണാൾഡോ കടന്നു വന്ന രീതിയെ കുറിച്ചും സ്ട്രഗിളിനെ കുറിച്ചൊക്കെ വിരാട് പറഞ്ഞൊരു ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ സിറാജിലേക്ക് എത്തുമ്പം ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു താരമാണല്ലോ. താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നിട്ടാണ് വരുന്നത്. അപ്പം ആ സെലിബ്രേഷൻ എപ്പോഴും സിറാജ് അങ്ങനെ തന്നെയാണ് വരുന്നത്. റൊണാൾഡോയുടെ സെലിബ്രേഷനാണ് ഇപ്പം സൈഫ് പറഞ്ഞ ഓഫ് സ്റ്റംപ് ഇന്നലെ പിഴുതെടുത്തത്. അത് ആ ഓഫ് സ്റ്റംപ് വീഴുമ്പോൾ മനസ്സിൽ വരുന്നത് പിന്നെ ലോഡ്സിൽ ലെഗ് സ്റ്റംപ് പോകുന്നതാണ്. ആ ബോൾ ഉരുണ്ട് വന്ന് സിറാജിന് ലെഗ് സ്റ്റംപ് പോയത്. ആ ഇതാണ് ടൈം മാറുന്നു പറഞ്ഞിട്ട് വരുന്ന സാധനം. അത് അവിടെ നിൽക്കട്ടെ. അന്നാ മത്സരം സിറാജിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബോളറായിട്ടും പിടിച്ച് നിന്നിട്ട് ചെറുത്ത് നിന്നിട്ട് സിറാജിന് വിമർശനങ്ങളേറ്റു. ഇന്നലെ മത്സരം തോറ്റില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഓക്സിനെ മാത്രമല്ല, തലേദിവസം വിട്ട 4-ാം ദിവസം വിട്ട ക്യാച്ച് സിറാജിനെ ആയിരിക്കും. സിറാജിനെ എല്ലാവരും വിമർശിക്കുന്ന സംശയമില്ല. അപ്പോൾ സിറാജിനും അറിയായിരുന്നു ഇത്. പലപ്പോഴും പറഞ്ഞാണ് തോറ്റാൽ പിന്നെ വില്ലനായും ജയിച്ചാൽ ഹീറോയായി വാഴ്ത്തപ്പെടാറും ഇല്ലായിരുന്നെങ്കിൽ കൂടി ഇപ്പം വാഴ്ത്തപ്പെടുന്നുണ്ട്. ഇനി യാതൊരു സംശയമില്ല. ഇപ്പം ബൂമ്ര ഇല്ലാത്ത മത്സരങ്ങളിലാണ് സിറാജ് ഫോമിലെത്തിയതെന്ന് പറഞ്ഞു. തീർച്ചയായും സിറാജിന് അറിയാം ബൂമ്ര ഇല്ലാത്ത മത്സരത്തിൽ ബൂമ്രയുടെ കൂടെ പണി താനെടുക്കേണ്ടതെന്നും ടീമിൻ്റെ അറ്റാക്ക് പേസ് അറ്റാക്കിനെ നയിക്കേണ്ട താനാണെന്ന് അറിയാം. അത് 100% ചെയ്യാൻ വേണ്ടി താരത്തിന് കഴിഞ്ഞു. താരത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം സിറാജിന് ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റും. ആ ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റിയായിരുന്നു. അത് തന്നെയാണ് കണ്ടത്. അത് ആ വിശ്വാസം അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റി. കൃത്യമായിട്ട് ഇന്ത്യയെ ജയിപ്പിക്കാൻ വേണ്ടി 6 റൺസ് പറഞ്ഞത് 600 റൺസിൻ്റെ പവറിനുണ്ടായിന്. ആ ജയം തന്നെയാണ് നമുക്ക് കിട്ടിയത്. തീർച്ചയായും സിറാജ് അവസാന മത്സരം മൊത്തം ഈ പരമ്പരയിൽ ആകെ എറിഞ്ഞിട്ടുള്ളത് 185 ഓവറുകളാണ്. അത് തന്നെ എടുത്ത് പറയാൻ അദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ വാക്കൊന്നും അവിടെ അപ്രസക്തമായി മാറുന്നുണ്ട് സിറാജിന്റെ കാര്യം വരുന്ന സമയത്ത്. കാരണം അദ്ദേഹം ഫുൾ ടൈം ഈ മൈതാനത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി കൊടുക്കേണ്ടത് എന്താണോ അത് കൊടുക്കാൻ തയ്യാറായിട്ടൊരു പോരാ. അത് അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നതിന് മാത്രമല്ല, പലപ്പോഴും എതിരാളികളെ ചൊറിഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുകയും ഇപ്പൊ 3-ാം ടെസ്റ്റ് മത്സരത്തിന് ശേഷം ആ ഡക്കറ്റിന്റെ ആ വിഷയത്തിൽ ഡക്കറ്റിന്റെ വിക്കറ്റ് എടുത്തിട്ട് അദ്ദേഹം മുഖത്ത് നോക്കിയിട്ട് അലറി വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മുൻ ഇംഗ്ലണ്ട് താരങ്ങൾ പോലും ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ റോബോട്ടുകൾ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ ഒരു ആവേശം ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ താരങ്ങൾ റോബോട്ടുകളല്ല എന്ന് പോലും ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ആണ് നമ്മൾ ഈ പരമ്പരയിൽ കണ്ടത്. അങ്ങനെ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് 4-ാമത്തെ ടെസ്റ്റില് സിറാജ് കുറച്ച് പിന്നിലേക്ക് പോകുന്ന സമയത്ത് സിറാജിന് കൃത്യമായിട്ട് ഡക്കറ്റ് തന്നെ പലപ്പോഴും സിറാജിന്റെ ഒരു എതിരാളി ഡക്കറ്റ് സിറാജിനെ മിസ്റ്റർ ആംഗ്രി എന്നൊക്കെ അത്രയും ദേഷ്യത്തോട് കൂടിയിട്ടാണ് പുള്ളി ഇത് ചെയ്തിരുന്നത്. അപ്പൊ മാത്രമല്ല ഈ ഒരു പരമ്പര മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2005 ആഷസിന് ശേഷം ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരമാണ് BBC-യുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങളെല്ലാം മൊത്തത്തിൽ ഈ മത്സരത്തെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ആവേശകരമായിട്ടുള്ള വാർത്തകളും വാക്കുകളും ഒക്കെ പ്രയോഗിക്കുന്ന സമയത്ത് അതില് സിറാജിനെ അഭിമാനിക്കാനുണ്ട്. തീർച്ചയായിട്ടും സിറാജിനെ വളർത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ സിറാജിനെ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രശ്ന സമയങ്ങളിൽ ബുദ്ധിമുട്ട് നേരിട്ട സമയങ്ങളിൽ പിന്തുണച്ച വിരാട് കോഹ്ലിക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അത് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള ഈ ഒരു സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സിറാജ് അടുത്ത ഒരു ഇന്ത്യൻ ടീമിന്റെ
ഏറ്റവും നമ്പർ 1 പേസറായി മാറട്ടെ. പല നേട്ടങ്ങളും സിറാജിനെ കാത്തിരിക്കുന്നുണ്ട്. ബുംറയുടെ അഭാവം ഒരു പക്ഷേ അടുത്ത വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇല്ലാതെ കളിച്ചേക്കാം. 5ാമത്തെ ടെസ്റ്റിൽ ബുംറക്ക് പരിക്കേറ്റത് കൊണ്ടാണ് പിന്മാറിയത് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇന്ത്യയുടെ ഒരു 1-ാം നമ്പർ പേസറായിട്ട് സിറാജ് വളർന്നു വരികയാണ്. അത് തന്നെ സിറാജിന്റെ ഒരു പ്രകടനം തന്നെയാണ് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം ഇന്ത്യൻ ടീമിന് ഒരു പ്രതീക്ഷ പകരുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.